ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിലാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം പക്വതയിലേക്ക് നയിക്കുന്ന ദൈവം എന്നതിനെ പറ്റിയാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് മക്കളായ നമ്മൾ വീണ്ടും ജനന അനുഭവത്തിന് ശേഷം ദൈവരാജ്യത്തിലെ അംഗങ്ങളായിത്തീരുന്ന ഓരോ മകനും മകളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവവചനം ഭക്ഷിച്ച് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് ദൈവത്തിൻ്റെ തിരുമുഖത്ത് നോക്കി ആരാധിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി വളർന്നു വരണം. വിശുദ്ധിയിൽ വളർന്നു വരണം, എളിമയിൽ വളർന്നു വരണം, അഭിഷേകത്തിൽ വളർന്നു വരണം, പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർന്നു വരണം. ഒരു വളർച്ച നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. പ്രിയപ്പെട്ടവരെ, ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, പക്വതയിലേക്കുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാകണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവരെ ഞാൻ വർദ്ധിപ്പിക്കും. അബ്രഹാമിന് ഇത് കേട്ടപ്പോൾ ഒരു ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഒരു സംശയം അബ്രഹാമിൻ്റെ മനസ്സിൽ വന്നു. അബ്രഹാം കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ഇനി കിട്ടുക? ഡമാസ്കസുകാരൻ ഏലിയാസറാണ് എൻ്റെ ഭവനത്തിൻ്റെ അവകാശി, അവൻ എൻ്റെ ദാസനാണ്, എൻ്റെ സമ്പത്തെല്ലാം അവൻ കൊണ്ടുപോകും. ഉടനെ ദൈവം കൃത്യമായ ഒരു മറുപടി കൊടുക്കുകയാണ്, അബ്രഹാമേ, നിൻ്റെ ദാസനായിരിക്കുകയില്ല നിൻ്റെ വീടിൻ്റെ അവകാശി, നിൻ്റെ മകൻ തന്നെയായിരിക്കും, നിൻ്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കും. നിനക്ക് സംശയമുണ്ടോ? നീ നിൻ്റെ ഭവനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക, ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുക. നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ നിൻ്റെ സന്തതികളെ, നിൻ്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവം ആരാണെന്നറിയാതെ ജീവിച്ചു കൊണ്ടിരുന്ന അബ്രഹാം, പലപ്പോഴും അബ്രഹാം ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടാകും, ദൈവമേ അങ്ങ് എവിടെയാണ്? അങ്ങനെ ഇരിക്കെ ഉൽപ്പത്തി പുസ്തകം 12-ൽ നമ്മൾ കാണുന്നു, ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അബ്രഹാമേ, നിൻ്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും നിൻ്റെ ദേശത്തെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ കടന്നു വരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വലിയൊരു ജനതയാക്കി മാറ്റും. അബ്രഹാം അതുപോലെ തന്നെ അനുസരിച്ചു. സത്യത്തിൽ അബ്രഹാം വലിയൊരു സമർപ്പണമാണ് നടത്തിയത്. എങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ ഈ സമർപ്പണം ഒരു നഴ്സറി സ്കൂളിലെ സമർപ്പണം പോലെ മാത്രമേ ആയിരുന്നുള്ളൂ. ദൈവം അതിനെ വില കുറച്ച് കണ്ടതല്ല, ദൈവം അതിനെ അംഗീകരിക്കാതിരുന്നതുമല്ല. ദൈവത്തിൻ്റെ മനസ്സിൽ അബ്രഹാമിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളായിരുന്നു. ദൈവം അബ്രഹാമിൻ്റെ സമർപ്പണത്തെ കണ്ടുകൊണ്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നിൽ വലിയൊരു സാധ്യത കാണുന്നു, നീ ഇവിടം കൊണ്ട് നിർത്തിക്കളയേണ്ടവനല്ല, നീ വളർന്ന് 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 ഒരു സ്പിരിച്വൽ, ഒരു വലിയൊരു ഫിഗറായി നീ മാറും, ഒരു ആത്മീയ മനുഷ്യനായി നീ മാറും, നീ വലിയൊരു മാതൃകാ പുരുഷനായിത്തീരും, ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിത്തീരും. അതുകൊണ്ട് നിന്നിൽ നിന്നും ഇനിയും വലിയ സമർപ്പണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതാ ഉൽപ്പത്തി പുസ്തകം 15-ൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ പരിചയമാണ്, ഐ എം ഗോഡ് ഓൾ മൈറ്റി, സർവശക്തനായ ഞാൻ നിൻ്റെ പരിചയമാണ്. അബ്രഹാമിൻ്റെ മുൻപിൽ തൻ്റെ ശക്തിയെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് താൻ ആരാണെന്ന് ദൈവം കാണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, നമ്മെ ഒരു പടി കൂടെ വളർത്തുന്നതിന് മുമ്പ് ദൈവം നമുക്കൊരു അനുഭവം തരും. അതെങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഓരോരുത്തരുടെയും കാര്യത്തിൽ ഈ അനുഭവം വ്യത്യസ്തമാണ്. പക്ഷേ ഒരു ഗോഡ് എക്സ്പീരിയൻസ് തന്നുകൊണ്ടാണ്, ഒരു ദൈവാനുഭവം തന്നുകൊണ്ടാണ് ദൈവം എപ്പോഴും നമ്മളെ അടുത്ത പടിയിലേക്ക് ക്ഷണിക്കുന്നത്. സത്യത്തിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ദൈവം ഭൂമിയിൽ ആരംഭിച്ചത് തന്നെ ഈ ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ ഒരു പ്രത്യേകത പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ദൈവമക്കൾക്ക് ദൈവാനുഭവം കിട്ടുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഭവം കിട്ടുന്ന മനുഷ്യൻ സമർപ്പണത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇവിടെ ദൈവം അബ്രഹാമിൻ്റെ മുൻപിൽ വന്നു നിന്നിട്ട്
താൻ സർവശക്തനാണെന്ന് പറയുന്നു, താൻ പരിചയാണെന്ന് പറയുന്നു, താൻ വലിയവനായ ദൈവമാണെന്ന് പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് താനാണെന്ന് പറയുന്നു. ഇത്രമാത്രം നക്ഷത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഞാൻ സർവശക്തനാണെന്ന് നീ മനസ്സിലാക്കണം എന്ന് ദൈവം പറയുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കോടിക്കണക്കിന് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ജെറമിയായിലൂടെ ദൈവം പറയുകയാണ്, ഇത്രയും മനുഷ്യരെ സൃഷ്ടിച്ച ഞാൻ സർവശക്തനാണ്. എന്നാൽ അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുക്കുന്നത് മനുഷ്യരെയല്ല, നക്ഷത്രങ്ങളെയാണ്. ആകാശത്തിലെ കോടിക്കണക്കിന് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവം പറയാണ്, അബ്രഹാമേ, ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ഞാൻ സർവശക്തനാണ്. ഐ ആം ഗോഡ് ഓൾ മൈറ്റി, ഐ ആം എ പവർഫുൾ ഗോഡ്. ഞാൻ സർവശക്തനാണ്, ഞാൻ ശക്തിയുള്ളവനാണ്, ഞാൻ ജീവനുള്ളവനാണ്, ഞാൻ എല്ലാം സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഒരു സംശയം ചോദിച്ചത്, അബ്രഹാമിൻ്റെ സംശയം യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പരിശുദ്ധ മറിയം ചോദിച്ചതുപോലെ, കന്യക എങ്ങനെ ഗർഭം ധരിക്കും? പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഗർഭിണിയാകും? യഥാർത്ഥത്തിൽ അത് അവിശ്വാസമല്ല, ഒന്ന് സംശയം ക്ലിയർ ചെയ്തതാണ്. ദൈവത്തിനത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം അത് നൽകും. കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. നമ്മുടെ ഒരു സംശയം നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല, പകരം ദൈവം അത് ക്ലിയർ ചെയ്ത് തരികയാണ്. ദൈവം നമുക്കത് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അബ്രഹാമിൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ടായി, പ്രായമൊത്തിരിയായി കർത്താവേ, ഇനി കുഞ്ഞുങ്ങളുണ്ടാകുന്നത് എങ്ങനെയാണ്? കർത്താവ് പറയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, ഞാൻ സർവശക്തനായതുകൊണ്ട് നിനക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. ദൈവം ഇവിടെ 3 കാര്യങ്ങൾ അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. 1, സമർപ്പണത്തിൽ ആഴപ്പെടാനുള്ള ആഹ്വാനം. 2, സമർപ്പണത്തിൽ നിന്നും നിന്നെ അകറ്റിക്കളയുന്നതിനെ എല്ലാം ഓടിച്ചു കളയാനുള്ള ആഹ്വാനം. 3, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള 3-ാമത്തെ ആഹ്വാനം. ഈ 3 ആഹ്വാനങ്ങളും അബ്രഹാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ 3 കാര്യങ്ങളും അബ്രഹാമിനോട് മാത്രമല്ല ദൈവം പറയുന്നത്, എന്നോടും നിങ്ങളോടും ദൈവം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമതായി ദൈവം പറഞ്ഞത്, അബ്രഹാമേ, ഞാൻ നിന്നെ വളർത്തും, ഞാൻ നിന്നെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് നീ സമർപ്പണത്തിൻ്റെ അടുത്ത പടിയിലേക്ക് കടക്കണം. നീ കുറച്ച് മൃഗങ്ങളെ 2ആയി പിളർന്ന് എൻ്റെ മുമ്പിൽ ബലിപീഠത്തിൽ വയ്ക്കണം. നീ കാളകളെയും ആടുകളെയും 2ആയി പിളർന്ന് വയ്ക്കണം. പക്ഷികളെ നീ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് 2 വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? മൃഗങ്ങളെ കൊന്ന് 2ആയി പിളർന്ന് 2 ഭാഗങ്ങളും അല്പം അകലത്തിലായി വയ്ക്കും. എന്നിട്ട് ഉടമ്പടി ചെയ്യുന്ന 2 പേരും അതിൻ്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ ഈ ഉടമ്പടിയെ എൻ്റെ ജീവനേക്കാൾ വിലയുള്ളതായിട്ട് കാണുന്നു. അത്രമാത്രം ശക്തമായ ഒരു ഉടമ്പടി ഞാനും നീയുമായിട്ട് ഇവിടെ വെച്ച് ഉറപ്പിക്കപ്പെടുകയാണ്. ദൈവമായ കർത്താവ് ഒരു ഉടമ്പടി അബ്രഹാമുമായി സ്ഥാപിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനെ ഒരു വലിയ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അബ്രഹാമിന് കാളകളെ വാങ്ങിക്കണമായിരുന്നു, ആടുകളെ വാങ്ങിക്കണമായിരുന്നു, അതിനെയെല്ലാം ബലിയർപ്പിക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ സമർപ്പണം തീരെ വില കുറഞ്ഞതായിരുന്നില്ല. അബ്രഹാമിന് അല്പം വില നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് മാത്രമല്ല, ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ പോയിരുന്ന് അല്പനേരം ഹാലലുയ ഹാലലുയ എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു പാട്ട് തുള്ളിച്ചാടി പാടുന്നത് മാത്രമല്ല. ഇതൊന്നും മാത്രമല്ല ദൈവം ചോദിക്കുന്ന വില. ദൈവം ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്, നമ്മുടെ വിശുദ്ധീകരണമാണ്, നമ്മുടെ സെപ്പറേഷനാണ്, വേർതിരിക്കപ്പെട്ട ജീവിതമാണ്, ലോകത്തിൽ നിന്ന് മാറി ദൈവത്തോടൊപ്പം നടക്കുന്ന, വില കൊടുക്കുന്ന ഒരു ജീവിതമാണ്, കണ്ണുകളെ ബലിയായി അർപ്പിക്കുന്ന ജീവിതമാണ്. കണ്ണുകൾ പലതും കാണാൻ കൊതിക്കുമ്പോൾ വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ തോന്നുന്ന ആഗ്രഹത്തെ ബലിയായി അർപ്പിക്കുന്ന വേദനയുടെ ജീവിതമാണ്. ചിലപ്പോൾ അത് വളരെ പ്രയാസകരമാണ്. എങ്കിലും ദൈവം അത് ചോദിക്കുന്നു, നീ എനിക്ക് നിന്റെ കണ്ണുകളെ ബലിയായി അർപ്പിക്കണം, നിന്റെ നാവിനെ നീ അർപ്പിക്കണം, നിന്റെ ലൈംഗിക അവയവങ്ങളെ നീ അർപ്പിക്കണം, നിന്റെ ഭാവനകളെ നീ അർപ്പിക്കണം. അബ്രഹാമിനോട് ചോദിച്ചത് കാളകളെയും മൃഗങ്ങളെയുമാണെങ്കിൽ നമ്മോട് ദൈവം ചോദിക്കുന്നത് നമ്മുടെ അവയവങ്ങളെയാണ്. അബ്രഹാം അത് സമർപ്പിച്ചു, ദൈവത്തിന് അബ്രഹാം അത് കൊടുത്തു, വിലയേറിയ സമർപ്പണം കൊടുത്തു. നമ്മളും ദൈവത്തിന് ഈ വിലയേറിയ സമർപ്പണം കൊടുക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്.
രണ്ടാമതായി, സമർപ്പണത്തിൽ നിന്നും അവനെ അകറ്റിക്കളയുന്ന സകലതിനെയും അബ്രഹാം ചെറുക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. രാവിലെ അബ്രഹാം ബലിയർപ്പണം നടത്തി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിളർന്നിരിക്കുന്ന മൃഗങ്ങളുടെ ഈ ശരീരങ്ങൾ തിന്നുവാൻ വേണ്ടി കഴുകന്മാർ പറന്നു വരുന്നത് അബ്രഹാം കണ്ടു. അബ്രഹാം ഓരോ കഴുകനെ വീതം ഓടിക്കാൻ തുടങ്ങി. കഴുകന്മാർ വന്നത് ഇത് കൊത്തിക്കൊണ്ടുപോയി ഭക്ഷിക്കുവാനാണ്. അബ്രഹാം അതിനെ അനുവദിച്ചില്ല. ഓരോ കഴുകൻ വന്നപ്പോഴും അബ്രഹാം തൻ്റെ കരങ്ങൾ വീശി കഴുകന്മാരെ ഓടിച്ചു. അബ്രഹാമിൻ്റെ കൈ കിഴച്ചു കാണും, വേദനിച്ച് കാണും. പക്ഷേ അബ്രഹാം തളർന്നില്ല. ഓരോ കഴുകനെയായി അബ്രഹാം ഓടിച്ചു. തൊടാൻ പോലും അനുവദിച്ചില്ല. താൻ തൻ്റെ ദൈവത്തിന് സമർപ്പിച്ച സമർപ്പണത്തെ തൊടാൻ ഒരു കഴുകനെയും അബ്രഹാം അനുവദിച്ചില്ല. കഴുകന്മാർ കൂട്ടത്തോടെ വന്ന് കാണും. അബ്രഹാം എല്ലാത്തിനെയും ഓടിച്ചു. എഴുന്നേറ്റ് നിന്ന് കൈവീശി കയ്യിലൊരു വടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. അബ്രഹാം പരാജയപ്പെട്ടില്ല. കഴുകന്മാർ പരാജയപ്പെട്ടു. തൻ്റെ സമർപ്പണത്തെ തൊടാൻ ദൈവം അബ്രഹാമിനെ അനുവദിച്ചില്ല. അബ്രഹാം കഴുകന്മാരെയും അനുവദിച്ചില്ല. അബ്രഹാം വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമർപ്പണത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാൻ സാത്താൻ പറന്നു വരുന്നതിൻ്റെ അടയാളമാണിത്. പ്രഭാതം മുതൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്നത് വരെ നമ്മുടെ സമർപ്പണത്തിൽ നിന്ന് എങ്ങനെ നമ്മളെ മാറ്റാമെന്നാണ് സാത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രലോഭനവും നമ്മുടെ സമർപ്പണത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയാനുള്ള സാത്താൻ എന്ന കഴുകൻ്റെ പറന്നുവരവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അബ്രഹാം എന്ന് കഴുകന്മാരെ ആട്ടി ഓടിച്ചതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ നേരെ വരുന്ന കഴുകന്മാരെ, പ്രലോഭനമായി കടന്നു വരുന്ന കഴുകന്മാരെ, ചിന്താമണ്ഡലത്തിൽ കടന്നു വരുന്ന കഴുകന്മാരെ നാം ആട്ടി ഓടിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം അതിനെ ആട്ടി ഓടിക്കണം. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞവനായി സഭയ്ക്കൊരു മുന്നറിയിപ്പ് പത്രോസ് കൊടുക്കുകയാണ്. ദൈവവചനം വാളുപോലെ പത്രോസിലൂടെ കടന്നു വന്നു. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ആദ്യം പറഞ്ഞ വചനം എന്താണ്? നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഉറങ്ങിപ്പോകരുത്, അലസതയ്ക്ക് അടിമപ്പെടരുത്, ജാഗ്രതയില്ലാതെ ജീവിക്കരുത്. ക്രിസ്തീയ ജീവിതം ജാഗ്രതയുടെ ജീവിതമാണ്. കാരണം നിങ്ങൾക്കൊരു ശത്രുവുണ്ട്. അവൻ്റെ പേരാണ് സാത്താൻ. അവൻ അലർന്ന സിംഹം പോലെ കടന്നു വന്ന് നിങ്ങളുടെ സമർപ്പണത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയാൻ ശ്രമിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ പ്രാർത്ഥിപ്പിക്കാതെ ഉറക്കിക്കളയാൻ വരും. വചനവായനയെ തടസ്സപ്പെടുത്താൻ വരും. കുടുംബ പ്രാർത്ഥനയെ മുടക്കാനായിട്ട് വരും. പള്ളിയിൽ പോകുന്നതിനെ തടസ്സപ്പെടുത്താൻ വരും. വിശുദ്ധ കുർബാന സ്വീകരിപ്പിക്കാതിരിക്കാൻ നോക്കും. സമർപ്പണത്തിൽ നിന്നും അവൻ നമ്മളെ അകറ്റാൻ വരുമ്പോൾ പത്രോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിരിടുവിനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, പിശാചിനെ ചെറുക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. നടന്നു പോകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഓടും. ഹി വിൽ റൺ അവേ ഫ്രം യു. സാത്താൻ നിങ്ങളിൽ നിന്നും ഓടും. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, അവനെ ചെറുക്കണം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്ന് ഒട്ടി നിന്നിട്ട് സാത്താനെ ചെറുത്ത് സമർപ്പണത്തെ തൊടാനായിട്ട് അവനെ അനുവദിക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി ദൈവം അബ്രഹാമിനോട് ചോദിച്ചത് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ആഹ്വാനമാണ്. രാവിലെ തന്നെ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് മൃഗങ്ങളെയൊക്കെ രണ്ടായിട്ടൊക്കെ അങ്ങോട്ട് പിളർന്നു വെച്ചു. അബ്രഹാം വിചാരിച്ചത് ദൈവം ഇപ്പം തന്നെ ഇറങ്ങി വന്ന് സംസാരിക്കുമെന്നാണ്. പക്ഷേ 10 മണിയായി, 11 മണിയായി, 12 മണിയായി, 2 മണിയായി, 4 മണിയായി, ദൈവത്തെ കാണുന്നില്ല. കഴുകന്മാരെ ഓടിച്ചോടിച്ച് അബ്രഹാം തളർന്നു പോയി കാണും. വൈകുന്നേരം സന്ധ്യയായപ്പോഴും ദൈവം വന്നില്ല. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ, അന്ധകാരം വ്യാപിച്ചപ്പോൾ, വൈകുന്നേരമായപ്പോൾ കൂരിരുട്ട് അവിടെ മുഴുവൻ വ്യാപിച്ചു. കൂരിരുട്ട് ഉണ്ടാകാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സൂര്യൻ അസ്തമിച്ചതാണ്. 2, ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അബ്രഹാമിനെ ഒരു കാര്യം പഠിപ്പിച്ചു: ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്നത് കാണാൻ സാധിക്കൂ. വെപ്രാളം പിടിക്കുന്നവർക്ക്, ധൃതി കാണിക്കുന്നവർക്ക്, കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ഇട്ടിട്ട് പോകുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പറ്റുകയില്ല.
യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കാൻ കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ നിങ്ങളും ക്ഷമയോടെ കാത്തിരിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നത് വരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. സഭാപ്രസംഗന പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, ഓരോന്നിനും ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ ടൈമിംഗ് അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അബ്രഹാം ഉച്ചയ്ക്ക് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ ദൈവം വന്നപ്പോൾ അബ്രഹാമിന് അനുഗ്രഹം നഷ്ടപ്പെടുമായിരുന്നു. അബ്രഹാം 4 മണിയായപ്പോൾ ചായ കുടിക്കാൻ പോയിരുന്നെങ്കിൽ അബ്രഹാമിന് ദൈവത്തെ കാണാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ രാവിലെ മുതൽ ആ വെയിൽ മുഴുവൻ കൊണ്ട് പാവം അബ്രഹാം, ഒന്ന് ചിന്തിച്ച് നോക്കുക, കഴുകന്മാരെല്ലാം ഓടിച്ചോടിച്ച് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ ഒരു 7 മണി സമയമായപ്പോൾ ദൈവം കടന്നു വന്നു. ദൈവം വന്നത് പ്രകാശത്തിലല്ല, കൂരിരുട്ടിൻ്റെ മധ്യത്തിലാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ദൈവം എപ്പോഴും പ്രകാശത്തിലാണ് കടന്നു വരുന്നത്. എന്നാൽ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കൂരിരുട്ടിൻ്റെ മധ്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനെയും മക്കളായ നമ്മെയും ഒരു കാര്യം പഠിപ്പിക്കുന്നു. മക്കളെ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ കൂരിരുട്ട് അനുവദിക്കും, ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് അനുവദിക്കും. ആ കൂരിരുട്ടിൻ്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും വെളിപ്പെടുന്നത്. ഷദ്രാഖ്, മെഷാഖ്, അബദനഗോ എന്നിവരുടെ ജീവിതത്തിൽ കൂരിരുട്ടുണ്ടാകാൻ ദൈവം അനുവദിച്ചു. സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന അവരെ രാജാവ് പിടിച്ച് തീച്ചൂളയുടെ മധ്യത്തിലിട്ടു. വലിയ ചൂട് നിറഞ്ഞ തീച്ചൂള, ചാരമായി പോകാവുന്ന തീച്ചൂള, കൂരിരുട്ടിൻ്റെ അനുഭവമാണ്. പ്രകാശമില്ല, ദൈവം എവിടെ പോയി എന്ന് ചോദിക്കുന്ന കൂരിരുട്ടും അന്ധകാരവും. എന്നാൽ ആ അന്ധകാരത്തിൻ്റെ മധ്യത്തിലാണ് ദൈവം ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം കൂരിരുട്ടിൻ്റെ അനുഭവം ഉണ്ടാകാൻ അനുവദിക്കുന്നു. ഇരുട്ടിൻ്റെ അനുഭവം, സഹനത്തിൻ്റെ അനുഭവം, കൈവിടപ്പെടുന്ന അനുഭവം, രോഗപീഠകളുടെ അനുഭവം, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അനുഭവം, മക്കൾ അനുസരിക്കാത്ത അനുഭവം, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മുരടിപ്പിൻ്റെ അനുഭവം, ആരും മനസ്സിലാക്കാത്ത അനുഭവം, പീഡകൾ, പ്രലോഭനങ്ങൾ, തകർച്ചകൾ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ കർത്താവ് ഈ ഇരുട്ടിൻ്റെ മധ്യത്തിലാണ് ഇറങ്ങി വരുന്നത്. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. സൂസന്നായുടെ ജീവിതത്തിൽ സൂസന്ന നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു നല്ല പെൺകുട്ടിയാണ്. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ കൂരിരുട്ടിൻ്റെ അനുഭവം ഉണ്ടായി. അവൾ വ്യഭിചാരിണിയാണെന്ന് മുദ്ര കുത്തപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുപോകുന്ന വലിയ കൂരിരുട്ടിൻ്റെ അനുഭവം. ഇരുട്ടവളെ ആവരണം ചെയ്തു, അന്ധകാരം അവളെ പൊതിഞ്ഞു, പ്രകാശം കാണാൻ സാധിക്കുന്നില്ല. വേർ ഈസ് മൈ ഗോഡ്? എൻ്റെ ദൈവം എവിടെ? പ്രകാശം എനിക്ക് കാണുന്നില്ല. എന്നെ ഇതാ കല്ലെറിഞ്ഞു കൊല്ലാൻ പോകുന്നു, എൻ്റെ പക്ഷത്താരുമില്ല. അങ്ങനെ കൂരിരുട്ടാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന ബാലൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഉണർത്തി. ദാനിയേലിലൂടെ ദൈവം സംസാരിച്ചു, ജ്ഞാനത്തിൻ്റെ വചനം പുറത്തു വന്നു. അവളെ കല്ലെറിഞ്ഞു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചു. അവളെ കല്ലെറിയാൻ കൂട്ടുനിന്നവർക്ക് കല്ലേറ് കിട്ടി. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളവിടെ കാണുകയാണ്. ശിഷ്യന്മാർ പലപ്പോഴും കർത്താവിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ശിഷ്യന്മാർ ഒരിക്കലും കാണാത്തൊരു കാര്യം കണ്ടത് കടലിൻ്റെ മധ്യത്തിലെ കൂരിരുട്ടിലാണ്. കൂരിരുട്ടിൽ തപ്പിത്തടയുമ്പോൾ, പടുകൂറ്റൻ തിരമാലകൾ ഉയരുമ്പോൾ, എങ്ങും പ്രകാശമില്ലാതിരിക്കുമ്പോൾ, കടലിൽ മുങ്ങി താഴുമെന്ന് വിചാരിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റാത്ത കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ അവർ ഒരു കാര്യം കണ്ടു. തിരമാലകളുടെ മധ്യത്തിലൂടെ അടിവച്ച് നടന്നു വരുന്ന, ഭയപ്പെടേണ്ട, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് പേര് വെളിപ്പെടുത്തി കൊടുത്തവൻ അതേ വചനം പറഞ്ഞുകൊണ്ട് ഗലീലിയ കടലിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. എപ്പോൾ? കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ. ഇപ്പോൾ മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ച കൂരിരുട്ടിൻ്റെ അനുഭവത്തിലാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടത്. ഇത് നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. സഹനമുണ്ടാകുമ്പോൾ തകരരുത്, സഹനമുണ്ടാകുമ്പോൾ തളരരുത്, സഹനമുണ്ടാകുമ്പോൾ നിരാശപ്പെടരുത്. സഹനമുണ്ടാകുമ്പോൾ ദൈവം എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് ദൈവത്തിനെ ചോദ്യം ചെയ്യരുത്, ദൈവത്തിനെതിരെ പെറുപെറുക്കരുത്, പ്രാർത്ഥന നിർത്തി കളയരുത്, വിശുദ്ധ കുർബാന മുടക്കരുത്, ജപമാല മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. പകരം ഈ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു എന്ന് വിശ്വസിക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വീണ്ടും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മളെ കാണിച്ചു തരുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു. എത്രയോ വേദനാജനകമായ ഇരുട്ടിൻ്റെ അനുഭവമാണ്. കൂരിരുട്ടിൻ്റെ അനുഭവം.
എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. സ്നേഹിച്ച രാജാവ് കൈവിട്ട് കളഞ്ഞു. എന്നാൽ ആ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞ് തൻ്റെ കൂടെ കൂട്ടിരിക്കുന്ന അനുഭവം ദാനിയേലിന് കിട്ടുകയാണ്. പൂച്ചകൾ വാലാട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ സിംഹങ്ങൾ ഗുഹയിൽ ദാനിയേലിന് ചുറ്റും കാവലിരിക്കുന്നു. ദൈവം ആ ഗുഹയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൻ്റെ മധ്യത്തിൽ ഗോഡ് ഓൾ മൈറ്റി, സർവശക്തനായ ദൈവം ദാനിയേലിന് വെളിപ്പെടുകയാണ്. ദാനിയേലേ, ഞാൻ സിംഹങ്ങളുടെ വായടയ്ക്കാൻ ശക്തൻ, ഞാൻ സർവശക്തൻ, നിന്റെ ഇരുട്ടിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന അത്ഭുതവാനായ ദൈവമാണ് ഞാൻ. ജോസഫിനെ പൊട്ടക്കണത്തിൽ എറിഞ്ഞു കളഞ്ഞു. സഹോദരന്മാർ, കൂരിരുട്ട് തന്നെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടു. കൂരിരുട്ട് തന്നെ വ്യഭിചാരി എന്ന് മുദ്രയടിച്ചു. കൂരിരുട്ട് തന്നെ നന്മ ചെയ്തവർ മറന്നു കളഞ്ഞു. ജയിലിലായി, കയ്യിൽ വിലങ്ങ്, കാലിൽ ചങ്ങല, എല്ലായിടത്തും പ്രശ്നമാണ്. പക്ഷേ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് അവനെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തുകയാണ്. ഈ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. അബ്രഹാമേ, നിന്റെ മക്കൾ 400 വർഷം അടിമകളായി കഴിയും. നിന്റെ മക്കളെ അടിമകളാക്കിയിരിക്കുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. നീ മരിച്ച് നിന്റെ തലമുറയോട്, നിന്റെ പിതാക്കന്മാരോട് ചേരും. നീ വാർദ്ധക്യത്തിൽ നിന്റെ പിതാക്കന്മാരുടെ കൂടെ ചേരും. 4ാം തലമുറയിൽ നിന്റെ മക്കൾ തിരിച്ചു വരും. ഈ ദേശം ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും തരും. എത്ര കാര്യമാണ് ഇരുട്ടിൻ്റെ മധ്യത്തിൽ ദൈവം സംസാരിച്ചത്. കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശയ്യായുടെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അവിടെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവായ ഞാൻ പറയുന്നു, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അന്ധകാരത്തിലെ നിധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രകാശത്തിൽ ഒരിക്കലും കിട്ടാത്ത ദൈവിക സമ്മാനങ്ങൾ. അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് ഇത്രയും നാൾ രഹസ്യമായിരുന്നു. കൂരിരുട്ടിൻ്റെ അനുഭവം വന്നപ്പോൾ അത് പരസ്യമായി. നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ കാലത്ത് അത് രഹസ്യമായിരുന്നു. സഹനം വന്നപ്പോൾ ആ സമ്മാനം പരസ്യമായിട്ട് തരികയാണ്. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് പറയുന്നു, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാം പ്രായമായതിനു ശേഷമേ മരിക്കത്തുള്ളൂ എന്നുള്ള പ്രവചനം, 4ാമത്തെ തലമുറയിൽ അബ്രഹാമിൻ്റെ മക്കൾ അടിമത്തം അവസാനിപ്പിക്കുമെന്നുള്ള പ്രവചനം, എന്തെല്ലാം കാര്യങ്ങളാണ് കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തിയത്. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും അബ്രഹാമിന് ദൈവം ഒരിക്കൽ കൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒടുവിൽ 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം കുഞ്ഞിനെ നൽകുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ വലിച്ചു നീട്ടി അബ്രഹാമിനെ വളർത്തി ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റി. 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം കുഞ്ഞുങ്ങളെ നൽകുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അനേക ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. വന്ധ്യമായി പോയ സാറായുടെ ഉദരം, ചുക്കിച്ചുളുങ്ങിപ്പോയ തൻ്റെ ശരീരം, വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ ശരീരം മൃതപ്രായമാണെന്നറിഞ്ഞിട്ടും, സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിഞ്ഞിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായി പോയില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണുക, കാര്യങ്ങളെല്ലാം എതിരായിരുന്നപ്പോഴും അവൻ ദൈവത്തെ ചോദ്യം ചെയ്യാതെ എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദൈവമേ അങ്ങേക്ക് മഹത്വം, ദൈവമേ അങ്ങേക്ക് ആരാധന, ദൈവമേ അങ്ങേക്ക് സ്തോത്രമെന്ന് പറഞ്ഞ് അവൻ തകർച്ചകളുടെ മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അബ്രഹാം വളർന്ന് പക്വത പ്രാപിക്കുക തന്നെ ചെയ്തു. ഇന്നറിയപ്പെടുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറി. ദൈവം അവനിൽ ചെയ്യാൻ ആഗ്രഹിച്ചതെല്ലാം അവനിൽ സംഭവിച്ചു. ഇന്ന് ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ഒരു സമർപ്പണം നടത്താൻ നമ്മൾ തയ്യാറാണോ? പ്രലോഭനങ്ങളെ ആട്ടി ഓടിക്കാൻ നമ്മൾ തയ്യാറാണോ? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണോ? കൂരിരുട്ടിൻ്റെ അനുഭവം വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ വെളിപ്പെടുന്ന ദൈവത്തെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ നമ്മൾ തയ്യാറാണോ? ആത്മീയ പക്വതയിലേക്ക് വളർന്നു വരാൻ നമ്മൾ തയ്യാറാണോ? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ പിതാവായ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെയും വിളിക്കുകയാണ് സമർപ്പണത്തിലേക്ക്. പിശാചുക്കളെ, പ്രലോഭനങ്ങളെ ഓടിക്കുന്ന ആത്മീയ സമരത്തിലേക്ക്, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്ന കാത്തിരിപ്പിൻ്റെ ജീവിതത്തിലേക്ക്, കൂരിരുട്ടിൽ പതറാത്ത ജീവിതത്തിലേക്ക്
പരിശുദ്ധാത്മ അഭിഷേകത്തിൽ വളർന്നു വരുവാനും ശക്തരായി തീരാനും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വൻ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.